Good morning, students. Welcome to today's class. Today we are discussing about the next area filter uh, design method that is in cascade form. Okay. Next realization is cascade form realization. Okay. So let us consider a system with system function h of z is equal to h1 of z, h2 of z, etc. hk of z. So cascade form എന്ന് പറയുമ്പോൾ h of z നെ h1 of z into h2 of z in etc. into xk of z എന്നുള്ള ടേമിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നൗ ദിസ് ക്യാൻ ബി റെപ്രസെന്റ് യൂസ് എ ബ്ലോക്ക് ഡയഗ്രാം. ഇതിനെ നമുക്ക് കറസ്പോണ്ടിങ് അതായത് എച്ച് ഓഫ് സെഡ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കറസ്പോണ്ടിങ് എച്ച് ഓഫ് സെഡിനെ ഈ ഒരു ഫോർമാറ്റിലോട്ട് ചെയ്തിട്ട്, അതായത് ഒരു വലിയ എച്ച് ഓഫ് സെഡിന്റെ വാല്യൂ ഒരു ലാർജ് വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ലാർജ് ഒരു കോംപ്ലക്സ് ടേം ആയിരിക്കും. അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എച്ച് വൺ ഓഫ് സെഡ്, എച്ച് ടു ഓഫ് സെഡ് അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഡിഫറെന്റ് ആക്കി മാറ്റാം. എന്നിട്ട് ഓരോന്നിന്റെ ബ്ലോക്ക് ഡയഗ്രാം കണ്ടുപിടിച്ചിട്ട് അതിനെ കാസ്കേഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ദാറ്റ് ഈസ് അതിനെ ബ്ലോക്ക് ഡയഗ്രാമിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാത്ത ഇൻപുട്ട് എക്സ് ഓഫ് എൻ, അതായത് അതിന്റെ എക്സ് ഓഫ് എൻ വിൽ ബിക്കം x1 of n and the output will become y1 of n. Okay, so x1 of z in the block diagram realization ആണ് ഇത്. So x1 of z എന്ന് പറയുമ്പോൾ ഇൻപുട്ട് x1 of n ഉം അതുപോലെ തന്നെ ഔട്ട്പുട്ട് y1 of n ആയിരിക്കും. ഓക്കെ, ദെൻ x2 of z എന്ന് പറയുമ്പോൾ ഇൻപുട്ട് x2 of n ഉം ഔട്ട്പുട്ട് y2 of n ആയിരിക്കും. ആൻഡ് ഓൾസോ ഇൻ x3 of z മീൻസ് ഇൻപുട്ട് x3 of n ആയിരിക്കും, ഔട്ട്പുട്ട് വിൽ ബി y3 of n and etc. For hk of z ന് ഇൻപുട്ട് xk of z ഉം xk of n ഉം ഔട്ട്പുട്ട് yk of n ആയിരിക്കും. റൈറ്റ്, സോ നമുക്ക് കിട്ടുന്ന ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അത് സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനെ ഈ ഒരു ഫോമിലാക്കിയിട്ട്, അതായത് റെഡ്യൂസ് ചെയ്തിട്ട് അതിന്റെ ഓരോ ഇൻഡിവിജ്വൽ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ബ്ലോക്ക് ഡയഗ്രാം കണ്ടുപിടിച്ചിട്ട് എല്ലാത്തിനും കൂടി കാസ്കേഡ് ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതായത് h1 of z കണ്ടുപിടിക്കുന്നു, ദെൻ h2 of z, അങ്ങനെ ഓരോന്നിന്റെ ബ്ലോക്ക് ഡയഗ്രാം എടുത്തിട്ട് ഒരുമിച്ച് കാസ്കേഡ് ചെയ്താലാണ് ദാറ്റ് ഫോം ഇസ് കാൾഡ് കാസ്കേഡഡ് ഫോം. റൈറ്റ്, സോ നൗ റിയലൈസ് ഈച്ച് hk of z in direct form to can cascade all structures. അതായത് ഈ h1 of z എങ്ങനെയാണ് റിയലൈസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ഫോം 2 യൂസ് ചെയ്തിട്ട് ഈ h1 of z, h2 of z അപ് ടു hk of z ഇത് ഓരോന്നും ഡയറക്റ്റ് ഫോം 2 റിയലൈസേഷൻ യൂസ് ചെയ്തിട്ട് റിയലൈസ് ചെയ്തതിനു ശേഷം ഓരോന്നും ഇൻഡിവിജ്വൽ ബ്ലോക്സ് ഉണ്ടാക്കുക. അത് ഒന്നാക്കി നമ്മൾ കാസ്കേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, നൗ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഓക്കെ, സോ let us consider an example, that is h of z is equal to bk0 plus bk1 z inverse plus bk2 z minus 2 into bm0 plus bm1 z inverse plus bm2 z minus 2 all divided by 1 plus ak1 z inverse plus ak2 z minus 2 into 1 plus am1 z inverse plus am2 z minus 2. ഇങ്ങനെയാണ് h of z എങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആക്കി എഴുതാം. ഓക്കെ, സോ മൾട്ടിപ്ലിക്കേഷനിൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ഒരു ടേമും അനദർ നെക്സ്റ്റ് ടേമുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. സോ h1 of z into h2 of z എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. h1 of z is equal to this term, okay, and h2 of z is equal to this term. So അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത സെയിം തന്നെ കിട്ടുക. ഇനി h1 of z ന്റെ ഡയറക്റ്റ് ഫോം 2 റിയലൈസേഷൻ യൂസ് ചെയ്തിട്ട് അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക. അതുപോലെ തന്നെ h2 of z ന്റെ ഡയറക്റ്റ് ഫോം 2 റിയലൈസേഷൻ യൂസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ബ്ലോക്ക് ഡയഗ്രാം വരച്ചതിന് ശേഷം അതിനെ കാസ്കേഡ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫോം. സോ h1 of z ന്റെ ഫോം നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും, h1 of z ആൻഡ് h2 of z ഇസ് ഇൻ ദിസ് ഫോം. എന്നിട്ട് രണ്ടും ഡയറക്റ്റ് കാസ്കേഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കാസ്കേഡ് ഫോം കിട്ടും. ഓക്കെ, h1 of z നമ്മൾ എങ്ങനെയാണ് കാസ്കേഡ് ഡയറക്റ്റ് ഫോം 2 ചെയ്തിരുന്നത്, അതായത് h of z തന്നാൽ നമുക്ക് അതിനെ y of z ബൈ x of z ചെയ്യും, എന്നിട്ട് w of z മൾട്ടിപ്ലൈ ചെയ്യും ആൻഡ് ഡിവൈഡ് ചെയ്യും. സോ y of z ബൈ w of z into w of z by x of z കിട്ടും. സോ y of z by w of z എന്ന് പറഞ്ഞാൽ y of z ഈക്വൽ ടു ന്യൂമറേറ്റർ ടേം എഴുതും, അതുപോലെ തന്നെ x of z പറയുമ്പോൾ 1 ബൈ ഡിനോമിനേറ്റർ ടേം, എന്നിട്ട് അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അതിന് ഡിഫറൻസ് ഫംഗ്ഷൻ അതായത് y of n x of n ടേമിൽ എഴുതുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമാറ്റിലോട്ട് കിട്ടും. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, അപ്പോൾ ഒന്നും കൂടി മനസ്സിലാവും. റൈറ്റ്, ദെൻ മൂവിങ് ടു ദ പ്രോബ്ലം. Realize the system difference equation. Y of n is equal to 3 by 4 y n minus 1 minus 1 by 8 y n minus 2 plus x of n plus 1 by 3 x n minus 1 in cascaded form. Cascaded ഫോമിൽ ഇതിനെ റിയലൈസ് ചെയ്യാനാണ് പറഞ്ഞത്. റൈറ്റ്, സോ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡിഫറൻസ് ഇക്വേഷൻ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, അതിൻ്റെ ഓക്കെ കറസ്പോണ്ടിങ്
ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഓക്കെ, ഇതിനെ നമുക്ക് ഡിഫറൻസ് ഇക്വേഷനിലോട്ട് മാറ്റാം. സോ y ഓഫ് n എന്തായി മാറും? വി ഗെറ്റ് y ഓഫ് z, റൈറ്റ്? y ഓഫ് n നമുക്ക് y ഓഫ് z എന്ന് എഴുതാം. ആൻഡ് ഓൾസോ ഈ വൈൻ്റെ ടേം ഒക്കെ നമുക്ക് ഈ y ഓഫ് zന്റെ ടേമിലോട്ട് കൊണ്ടുവരാം. സോ പ്ലസ് എന്നുള്ളത് ഇത് എന്തായി മാറും? മൈനസ് ഈ ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരികയാണ്. സോ മൈനസ് 3/4 y ഓഫ് n minus 1 വിൽ ബിക്കം 3 divided by 4 y of z z inverse minus 1/8 എന്നുള്ളത് we get 1 plus 1/8 y of z z minus 2, okay, equal to x of n will become x of z and plus 1/3 x of z, z inverse, right? ഓക്കെ, ഇനി ഈ ഒരു ടേമിൽ നമ്മൾ ഇവിടുന്ന് y of z നെ പുറത്തെടുക്കാം. സോ വി ഗെറ്റ് 1 minus 3/4 z inverse plus 1/8 z minus 2 is equal to x of z നെ പുറത്തെടുത്താൽ 1 plus 1/3 z inverse കിട്ടും. സോ y of z by x of z is equal to 1 plus 1/3 z inverse all divided by 1 minus 3/4 z inverse plus 1/8 z minus 2. Okay. ഓക്കെ, സോ ആ ഒരു ഫോമാറ്റിലോട്ട് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു സംഭവത്തിന് എന്ത് ചെയ്തു? ഫാക്ടറൈസ് ചെയ്യണം. സോ 1 minus 3/4 plus 1/4, അതായത് ആഡ് ചെയ്യുമ്പോൾ മൈനസ് 3/4 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/8 കിട്ടണം. സോ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 3/4 കിട്ടുന്ന വാല്യൂസ് ആണ് 1/2 ആൻഡ് 1/4. സോ 1/2 1/4 ആഡ് ചെയ്ത വി ഗെറ്റ് 1/2 and 1/4. ഓക്കെ, 3/4 കിട്ടും. സോ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് മൈനസ് 1/2 മൈനസ് 1/4, സോ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 3/4 കിട്ടും. ആൻഡ് ഓൾസോ 1/2 ഇൻറ്റു 1/4 മൈനസ് 1/2 ഇൻറ്റു മൈനസ് 1/5 വി ഗെറ്റ് 1/8. സോ അതിനെ നമ്മൾ ആ രീതിയിൽ എഴുതുമ്പോൾ 1 plus 1/3 z inverse. സോ ദിസ് ടേം, ഈ ഡിനോമിനേറ്റർ ടേം 1 minus 1/2 z inverse ഇൻറ്റു 1 minus 1/4 z inverse എന്നുള്ള ഫോമാറ്റിലാവും. കാരണം 1/2 3/4 can be written as minus 1/2 plus minus 1/4. So factorize ചെയ്യുമ്പോൾ minus 1/2 minus 1/4 കിട്ടുക. സോ ഈ ഒരു ടേം, ഈ ഒരു മോഡൽ നമുക്ക് എഴുതാൻ പറ്റും, റൈറ്റ്? ഇനി നെക്സ്റ്റ്, സോ വി ഗെറ്റ്, ഇതിനെ നമുക്ക് x1 of z into x2 of z എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, x of z is equal to ഈ ഫോമാറ്റിലായി. സോ ഹിയർ x1 of z is equal to denominator term, that is 1 plus 1/3 z inverse all divided by 1 minus 1/2 z inverse, and h2 of z is equal to 1 by 1 minus 1/4 z inverse. Okay, അങ്ങനെ നമ്മൾ h1 of z h2 of z എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്തു ഈ x of z നെ. ഇനി നമുക്ക് ഡയറക്റ്റ് ഫോം 2 യൂസ് ചെയ്തിട്ട് ഇതിനെ റിയലൈസ് ചെയ്യാം. ഓക്കെ, സോ ഡയറക്റ്റ് ഫോം 2 യൂസ് ചെയ്തിട്ട് റിയലൈസ് ചെയ്യുമ്പോൾ y1 of z by x1 of z is equal to this term കിട്ടും. സോ y1 of z is equal to 1 plus 1/3 z inverse കിട്ടും. സോ y1 of z നെ നമുക്ക് okay, y1 of z is equal to w of n plus 1/3 z inverse w of n കിട്ടും. എന്നിട്ട് അതിന് ഡിഫറൻസിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓക്കെ, ഇക്വേഷൻ ചെയ്യുമ്പോൾ we get okay,
y1 of z is equal to y1 of z by w of z is equal to 1 plus. So y1 of z is equal to, so or y1 of n is equal to, so by w of z വരും. ആ w of z അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we get w of n plus 1 by 3 w of n minus 1. Okay. ഈ ഒരു ഫോർമാറ്റിൽ കിട്ടും. Okay. This is y1 of n. Similarly, w of n കിട്ടുന്ന ഫോർമാറ്റ്, അതായത് w of n by x1 of n is equal to 1 by this term. So w of n by x of n. അപ്പോൾ w of n നമുക്ക് എന്തിൻ്റെ ടേമിൽ കിട്ടും? എക്സിൻ്റെ ടേമിൽ കിട്ടും. സോ വി ഗെറ്റ് എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു സെഡ് ഇൻവേഴ്സ്. ഓക്കെ, ഈ ഒരു ടേം ആണ് വരിക. എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു സെഡ് ഇൻവേഴ്സ് 1/2 ഇതിലോട്ട് ആഡ് ചെയ്യും. ആൻഡ് ഓൾസോ y1 of n എന്ന് പറയുമ്പോൾ w of n, സോ ഡയറക്റ്റ് w of n വരും. ആൻഡ് അതിൻ്റെ കൂടെ പ്ലസ് 1/3 w of n minus 1. സോ w of n minus 1 പറയുമ്പോൾ ഈ ഒരു ടേം ആണ്. അതിലോട്ട് 1/3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് y1 of n. സോ കാസ്കേഡഡ് ഫോമിൻ്റെ h1 of n റിയലൈസേഷൻ ആണ് ഇത്, റൈറ്റ്. ദെൻ നെക്സ്റ്റ്, ഓക്കെ, x1 of n റിയലൈസേഷൻ ആണ് ഈ ഒരു ഫോമിൽ കിട്ടും. ഇനി നെക്സ്റ്റ് x2 of n, സിമിലർലി x2 of z റിയലൈസേഷൻ നമുക്ക് കാണാം. സോ ദിസ് വിൽ ബി ഇൻ ദിസ് ടേം. സോ x2 of z ആകുമ്പോൾ 1/1 minus 1/4 z ഇൻവേഴ്സ് ആണ് വരുന്നത്. സോ ഫസ്റ്റ് എക്സിൻ്റെ ടേം ഡയറക്റ്റ് കൊടുക്കുന്ന ആയിരിക്കും. ദെൻ y2ൻ്റെ ടേമിൽ 1/4 z ഇൻവേഴ്സ് ആണ് വരുന്നത്. സോ z ഇൻവേഴ്സ് ഇൻറ്റു 1/4 വരും. സോ ദിസ് ഇസ് h2 of z. ഇൻ കാസ്കേഡഡ് ഫോമിൽ h1 of z ഉം h2 of z ഉം കാസ്കേഡ് ചെയ്താൽ മതി. സോ ഫസ്റ്റ് h1 of z എഴുതും, എന്നിട്ട് അതിന് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് h2 of z എഴുതാം, റൈറ്റ്. സോ ദിസ് ഇസ് x1 of z, എന്നിട്ട് അതിനെ കാസ്കേഡ് ചെയ്തിട്ട് ഈ ഒരു ഫോം, അതായത് ആദ്യം ഈ h1 of z ബ്ലോക്ക് ഡയഗ്രാം വരക്കും, എന്നിട്ട് അതിനുശേഷം അതിനെ കാസ്കേഡ് ചെയ്തിട്ട് h2 of z ബ്ലോക്ക് ഡയഗ്രാം വരക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കാസ്കേഡഡ് ഫോം. ഓക്കെ, that's all about cascaded form. Then next realization can be discussed in the next class. Thank you. Have a nice day.